ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് Nios സീനിയർ സെക്കൻഡറിയിലെ പൊളിറ്റിക്കൽ സയൻസിലെ 12ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഉഷാറായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് കോടതികൾ. ഇന്ത്യയിൽ ഹൈക്കോടതികളുണ്ട്, സുപ്രീം കോടതികളുണ്ട്, ജില്ലാ കോടതികളുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നതമായിട്ടുള്ള കോടതിയാണ് സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു കോടതി എവിടെയില്ല? ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, എന്താണ് നീതിന്യായ പുനർപരിശോധന? വാട്ട് ഈസ് എ ജുഡീഷ്യൽ റിവ്യൂ? നീതിന്യായ പരിശോധന എന്നാൽ എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളോ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരം നിയമങ്ങൾ അസാധുവായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയിലെ ഭരണഘടന കോടതികൾക്ക് അധികാരം നൽകുന്നുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ കൂട്ടായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതിക്കുള്ള പങ്ക് വളരെ സ്തുത്യർഹവുമാണ്. ഇതാണ് നീതിന്യായ പുനർപരിശോധന എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയുടെ ഘടനയെ വിശദമാക്കാനാണ്. സുപ്രീം കോടതി അവിടെ എന്താണ്, ഒരു വ്യക്തിയെ അപ്പോയിൻമെൻ്റ് ചെയ്യണമെങ്കിൽ ചില യോഗ്യതകളുണ്ടായിരിക്കും. ഒന്നാമതായി പറയുന്നത് ആ വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമതായി പറയുന്നത് ഒരു ഹൈക്കോടതിയിലോ അതുപോലെ തുടർച്ചയായി 2 or 3 കോടതികളിലോ 5 വർഷം ഒരു ജഡ്ജിയായിട്ട് ജോലി ചെയ്തിരിക്കണം. മൂന്നാമതായി പറയുന്നത് 10 വർഷത്തോളം ഒരു ഹൈക്കോടതിയിലോ അഥവാ 2 or 3 കോടതികളിൽ എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് വക്കീലായി പ്രവർത്തിച്ചിരിക്കണം. നാലാമതായി പറയുന്നത് ആ വ്യക്തി മികച്ച ന്യായാധിപനാണ് എന്ന അഭിപ്രായം പ്രസിഡന്റിനുണ്ടായിരിക്കണം. അഞ്ചാമതായി പറയുന്നത് സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർക്ക് 65 വയസ്സ് തികയുന്നത് വരെ ഉദ്യോഗത്തിലിരിക്കും. ആറാമതായി പറയുന്നത് സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം എന്താണ്? ന്യൂഡൽഹിയിലാണ്. ഇനി ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ ഏറെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ചോദിക്കാൻ ഏറെ സാധ്യതയും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പവർ ഓഫ് ദി സുപ്രീം കോർട്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പവർ ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ അധികാര പരിധിയും ധർമ്മങ്ങളും എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. സുപ്രീം കോടതിയിൽ എന്താണ്, അതിൻ്റെ അധികാര പരിധിയെയും ധർമ്മങ്ങളെയും നമ്മൾ വ്യത്യസ്തങ്ങളാക്കി വേർതിരിക്കുന്നുണ്ട്. 1 തനത് അധികാരങ്ങൾ, 2 അപ്പീൽ അധികാരം, 3 ഉപദേശാധികാരം. ഇതിൽ തന്നെ ഓരോന്നിനെയും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം അപ്പീൽ അധികാരത്തിൽ എന്തുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ വരുന്നുണ്ട്, സിവിൽ തർക്കങ്ങളുണ്ട്, ക്രിമിനൽ തർക്കങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ എവിടെ ഉൾപ്പെടുന്നുണ്ട്? ഈ അപ്പീൽ അധികാരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇതുപോലെ പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എക്സാം ഓറിയൻറ്റഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ ക്ലാസ്സുകളുമെല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമിയുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിലെല്ലാം നൽകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇനി വരാനുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാനും അതിൽ കൂടുതൽ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ +2
പഠനം അത് മൂല്യവത്താക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.